നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 14-ാം തീയതി 1201 ആണ്ട് ചിങ്ങമാസം 29-ാം തീയതി ഞായറാഴ്ച. ഞായറാഴ്ചയാണ്. ഇന്ന് രോഹിണി നക്ഷത്രമാണ്. ശരിക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ ജന്മദിവസമാണ്, ജന്മദിനമാണ്. അപ്പോൾ അഷ്ടമി രോഹിണി ദിവസമാണ് ഞായറാഴ്ചയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ അവധി ദിവസവും കൂടിയാണ്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ആണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം ഭാഗ്യദായകമായ ഒരു വർഷമാണ്. എങ്കിലും ഞായറാഴ്ച വന്നിരിക്കുന്നത് കൊണ്ട്, ഞായർ എന്ന് പറയുമ്പോൾ സൂര്യഭഗവാന്റെ ദിവസമാണ്. കുറച്ച് ടെൻഷനും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാവും. ഇതിനെ നമുക്ക് അതിജീവിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സൂര്യഭഗവാനെ ഒരു വർഷവും പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കലെങ്കിലും ഭഗവാന് ജലധാര നടത്തുക. ചെയ്തു പോകുമ്പോൾ ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പ്രശസ്തിയും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ ഇന്ന് അഷ്ടമി രോഹിണി ദിവസമായതുകൊണ്ട് ശരിക്ക് ഭഗവാനെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദിവസം ചെലവഴിക്കുക. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാലം നോക്കി പോകണം. രാവുകാലം വൈകുന്നേര സമയമാണ്. 4:30 മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 4:52 തൊട്ടേ രാവുകാലം തുടങ്ങുകയുള്ളൂ. 6:22 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. പ്രത്യേകിച്ച് യാത്രയ്ക്ക് നല്ലതല്ല. ബാക്കി കാര്യങ്ങളൊന്നും രാവുകാലത്തിന് ബാധകമല്ല. എങ്കിലും ആളുകൾ രാവുകാലം ഇപ്പോൾ ഒരു കാര്യത്തിനും ഏത് കാര്യത്തിനെടുത്താലും അത് ചലഞ്ച് ചെയ്യപ്പെടും. എന്തുകൊണ്ട് രാവുകാല സമയം കുറിച്ചു എന്നൊക്കെ ചോദിക്കും. എന്തായാലും യാത്രയ്ക്ക് നല്ലതല്ല. ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത 2 സമയമാണ് യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. ഇന്ന് ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം ശരിക്ക് 3:21 തൊട്ട് 4:52 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 12:20 തൊട്ട് 1:51 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അല്ലാതെ തന്നെ മുഹൂർത്തം ഉണ്ടെങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തം ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 11:56 തൊട്ട് 12:44 വരെ 48 മിനിറ്റ് നേരം അഭിജിത്തിൻ്റെ മുഹൂർത്തമുണ്ട്. ഈ സമയം നമുക്ക് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയുള്ള സമയമായതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ സമയത്തെ എടുക്കാം. അതുപോലെ ഇന്നും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സൂര്യൻ്റെ കളറായ റോസ് കളറോ താമരപ്പൂവിൻ്റെ കളറോ അതുപോലെ ചുടികളിൻ്റെ കളറിലോ ഉള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.